അതാണ് ഹനുമാൻ കിരീടം. ഇതിനുകൊണ്ടാണ് നമ്മൾ പൂടലുണ്ട്. ഹനുമാൻ കിരീടം എന്താ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുണ്ട അവിടെ കാടാന്നുണ്ട്. ഇവിടുന്ന് നേരെ നോക്കി അങ്ങോട്ട് കണ്ടത്തിലേക്ക് കാണും. ഈ കാടായതുകൊണ്ടാണ് കാണാത്. അങ്ങോട്ടാണ് കണ്ടം. ഉണ്ടാ പൂവങ്ങളുണ്ട്. കണ്ട അതാ ഇത് കിഴക്ക് ഭാഗത്താണ്. നമ്മളെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ഇതുപോലെ ഉണ്ട് പൂ. ആളില്ലാതെ വളപ്പിലെല്ലാം കാടന്നെ. നമ്മളെ പൂച്ചക്കുഞ്ഞി എന്തോ വന്നിന് പിടിക്കാൻ കണ്ടനോ നായോ എന്നറിയില്ല. ചാടീൻ്റെ മുകളിൽ കയറി ചെയ്യാനറിയുന്നില്ല. എവിടെയോ ഉണ്ട്, കാണുന്ന കൂടിയില്ല. ഇത്രയേറെ കരഞ്ഞ് മതിയാക്കിയിട്ട് ആടി ഇരിക്കുന്നുണ്ട്. പേടിച്ചിട്ടങ്ങ് കയറി ചാടി കയറി ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലവനെ കാണുന്നില്ല. സൂര്യൻ ഇങ്ങനെ ഉണ്ടല്ലേ അറച്ചിട്ട് കാണുന്നില്ല. എങ്ങനെ കിക്കാനാവില്ല തനിയെ കീട്ട്. ഇത് അമ്പലമാണ് കേട്ടോ. വെള്ളാമ്പലം കണ്ടെത്തുന്ന കൊണ്ടുവന്ന ഇതുപോലത്തെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. ഞാനന്ന് ഇട്ടിന് ഇങ്ങനത്തെ അമ്പലമാണ്. ഇതാണ് ഹനുമാൻ കിരീടം. ഇതിനുണ്ടാ പൂട്ടത് ഉണ്ടാ. പടിഞ്ഞാറേ ആ വളപ്പിൽ നിറയെ ഉണ്ട്. പഴയ കാലത്തെല്ലാം കുഞ്ഞുങ്ങളെല്ലാം പൂപ്പറിക്കാൻ പോകും. വൈകുന്നേരം ആകുമ്പോഴേ നേരത്തേക്കും പൂപ്പറിക്കാൻ ഒരു കുരിയ പോലത്തെ കൈത കൊണ്ട് മടഞ്ഞ കുരിയാന്ന് പറയും അതിനെ. ഒരു കൊട്ട അത് എടുത്തിട്ടാണ് പോലെ കാക്കാപ്പൂ, കോളാമ്പി, കൃഷ്ണപ്പൂ അങ്ങനെയെല്ലാം ഇല്ല പൂവെല്ലാം തുമ്പ അകത്തെല്ലാം ഇടാൻ തുമ്പയാണ് വേണ്ടത്. പുറത്ത് മറ്റുള്ള പൂവെല്ലാം ഇടും. മറ്റൊരു പൂവും അകത്തിടൂല. ഒരു കിണ്ടിയിൽ വെള്ളം വെച്ച് നിറച്ചും വെച്ച് അതിൻ്റെ മേലെ ഒരു ഇല, താളിൻ്റെ ഇല, ചെറിയ കാട്ടുതാളിൻ്റെ ഇല അതിൻ്റെ മേലെ വെക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് തുമ്പപ്പൂ അരിയിടും. പിന്നെ അകത്തിങ്ങനെ ഇടും വിളക്കും കത്തിച്ച്. അങ്ങനെയെല്ലാം മുമ്പേ. നമുക്കൊന്നും കാണിച്ചു തരാൻ ആരും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് മുമ്പെല്ലാം. ഇപ്പം ഉണ്ട് അങ്ങനെയെല്ലാം. എന്നാലും ഞാനിങ്ങനെ ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട് എനക്കാവുമ്പോൾ ഇവർക്കൊന്നും അകത്ത് ഒന്നുമില്ലല്ലോ. അവരെല്ലാം തിരക്കാറല്ലോ. രാവിലെ എണീച്ച് പോകണ്ട എല്ലാവർക്കും. ഞാൻ എന്നാലും എനക്കാവുമ്പോൾ ഇടിയിൽ കുറച്ചിട്ട് അടിയിടും. അവളപ്പിൽ തേച്ച് തന്നെയാണ് ഹനുമാൻ കിരീടം. അന്ന് കാണിച്ചു തന്നില്ലേ ഞാനെല്ലാം മുമ്പത്തെ വീഡിയോയിലെല്ലാം കാണാതെ. എന്താ പണ്ടിലെ കുഞ്ഞൊക്കെ മൊബൈലോ മറ്റെന്തെങ്കിലും ഉണ്ടായി നാടൻ കളിയും പൂപ്പറിക്കലും ഇതെല്ലാം തന്നെ നാടെല്ലാം അവരറിയും. ഇപ്പം എവിടെയെങ്കിലും ഒരിക്കലും കാടല്ലാണ്ട് വേറെ കൊണ്ട് കാല് വെച്ച അടയാളം വരെ ഉണ്ടായി. ഇപ്പം വഴിയുണ്ട് നടക്കാൻ. പണ്ടിലെ കുഞ്ഞുങ്ങളെല്ലാം പറമ്പിലും എത്തും കളിക്കാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ടില്ലേ കളിയും. ഇപ്പം എല്ലാം മൊബൈലിലല്ലേ കളി. ഭാഗത്തുനിന്ന് പുറത്ത് ചെയ്യുന്നുണ്ട. ടി വിയും വലിയ ആളായാലും അങ്ങനെ. പഴയ കാലമെല്ലാം ഒരു ഓർമ്മ തന്നെയാണ്. ഇനി അതൊന്നും തിരിച്ച് ഒരിക്കലും വരും തോന്നുന്നില്ല. ഇനി ഏത് കാലം വരണ്ടേ എല്ലാം മാറിയില്ലേ.